ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ വിശേഷം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മഴയാണല്ലോ, എല്ലാ സ്ഥലത്തും മഴയാണ്. ഇവിടെയും നല്ല മഴയാണ്. ഇന്നലെ പകലൊന്നും പെയ്തില്ല കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും മഴ തുടങ്ങി. ഈ ടൈം വരെ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ഈ ടൈം വരെയും മഴയാണ്. അപ്പോൾ ഇന്ന് സ്കൂളിൽ വിടണ്ടെന്നൊക്കെ വെച്ചാണ് ഞാൻ നിന്നത് രാവിലെ, മഴയായതുകൊണ്ട്. പക്ഷേ ഇറങ്ങുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു 9 മണിയൊക്കെ ആയപ്പോൾ മഴ അങ്ങ് കുറഞ്ഞു കേട്ടോ. അതായത് നല്ല മഴക്കോളുണ്ട്, പക്ഷേ മഴയില്ലായിരുന്നു. മഴ നനഞ്ഞ് എന്തായാലും നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് പിന്നെ വിടണ്ടെന്നൊക്കെ വെച്ചിരുന്നേ. പിന്നെ ആ ടൈം മഴ ഒന്ന് കുറഞ്ഞതുകൊണ്ട് ഞാൻ കൊണ്ടാക്കി. അപ്പോൾ ഇത് രാവിലെ ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യും. അടുപ്പും ഞാനും തമ്മിൽ ഇന്ന് രാവിലെ ഒരു യുദ്ധമായിരുന്നു കേട്ടോ. കാരണം അടുപ്പിൽ മൊത്തം മഴവെള്ളം വീണ് കിടക്കുമല്ലേ, കത്തിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ കത്തിച്ചൊക്കെ എടുത്തു. ഇച്ചിരി താമസിച്ചു കേട്ടോ. ഇന്ന് എല്ലാ കാര്യത്തിനും താമസം ഉണ്ടായിരുന്നു. അടുപ്പ് ഒന്ന് ചൂടാക്കണ്ടില്ല, ഇപ്പം തന്നെ അങ്ങ് ക്രാവി ഇരിക്കുകയാണ്. ഇപ്പാണെങ്കിൽ എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ആ അടുപ്പ് പുകഞ്ഞ് ഒരു അപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്ത്, പിന്നെ തലേന്ന് നമ്മൾ സാമ്പാർ വെച്ചത് കൊണ്ട് എനിക്ക് കറിയൊന്നും വെക്കാനുള്ള പാടില്ലായിരുന്നു. കറിയാണല്ലോ ആദ്യം വേണ്ടത്. അപ്പോൾ എന്തായാലും കാപ്പി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ സാമ്പാറൊക്കെ എടുത്തൊന്ന് ചൂടാക്കി. അപ്പോൾ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ മഴയില്ലായിരുന്നെങ്കിലും രാവിലെ അപ്പോൾ കടയിലൊന്നും ഇറങ്ങിപ്പോയില്ല. ഇന്ന് കടയിൽ പോയി. മഴ ആ സമയം ഒന്ന് തോർന്ന് കിട്ടിയതുകൊണ്ട് പോയി. ഇന്ന് ഫുൾ ടൈം മഴയാണ്. ഇനി വൈകുന്നേരം വരെയും മഴയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇന്നലെ രാത്രി, അതായത് മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റും മഴയും അങ്ങോട്ട് തുടങ്ങി. പകലൊന്നും മഴ പെയ്തില്ല. ശരിക്കും രാത്രി മഴ പെയ്താൽ കുഴപ്പമില്ല അല്ലേ. പകൽ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. പുറം പണിയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ ഞാനെൻ്റെ കാപ്പി പരിപാടികളെല്ലാം ഒതുക്കി വെച്ചു. അപ്പോൾ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിലോട്ട് വെച്ചു. അപ്പോൾ അനിയത്തി അടുക്കളയിൽ നിൽപ്പുണ്ടേ. ഞാൻ വന്നിട്ട് കൊച്ചിൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. ഇത് ഉണങ്ങാൻ ഇച്ചിരി ശകലക്കൂടെ ഒന്ന് വാടി കിട്ടാനുണ്ടായിരുന്നു. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നനവ് അറിയത്തില്ല, എന്നാലും ഒരു ഇച്ചിരി കൂടെ ഒന്ന് വാടാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെന്താ, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയാട്ടോ. ഇപ്പം പിന്നെ എന്താ, യൂട്യൂബൊന്നും തുറക്കാൻ വയ്യ, അത്രയ്ക്കും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഒക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കൊച്ചിനെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നിട്ട് വേണം ഒക്കുമെങ്കിലേ വീഡിയോ എടുപ്പ് നടക്കത്തുള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാനങ്ങ് എടുത്തു കേട്ടോ. മെനക്കെട്ട് ഞാനങ്ങ് വീഡിയോ എടുത്ത്. അപ്പോൾ നമുക്ക് ഈ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വിറകിന് പോക്ക് സാധാരണയാണ് കേട്ടോ. ഇവിടെ പൊതുവേ എല്ലാവരും വിറകിന് പോകാറുണ്ട്. ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിന് പോകുന്നവരുണ്ട്. എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ പേടിയാണ്. അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുമ്പോൾ കൊച്ചിനെ സ്കൂളിലോട്ടാക്കി പോരുന്ന വഴിക്ക് വിറകുണ്ടയിൽ ഉള്ളതും നുള്ളിപ്പറക്കി കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പോയപ്പോൾ ഞാനും മോളും കൂടെ പോയുള്ളൂ, അനിയത്തിയെ കൊണ്ടുപോയില്ല. പിന്നെ നോക്കട്ടെ, പോകുന്ന വഴിക്ക് വിറകുണ്ടെങ്കിൽ അവളെ ഞാനൊന്ന് വിളിക്കും. ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് അവളിറങ്ങി അങ്ങോട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരെയാണോ എന്നൊക്കെ ആൾക്കാർ ചോദിച്ചു. ഒരുപാട് ദൂരെയൊന്നും അല്ല. അടുത്തുനിന്ന് കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തുനിന്ന് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ അവർ പലരും പല സ്കൂളുകളിലാണ് പഠിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോക്കൊന്നും നടക്കത്തില്ലല്ലോ. മഴയും കാറ്റുമൊക്കെ വന്ന ഇവിടുത്തെ ചില കലാപരിപാടികളാണ് കേട്ടോ ഈ വിറക് പറക്കലൊക്കെ. ഞങ്ങൾ മാത്രമല്ല, ഇതിപ്പോൾ രാവിലെ ഞാൻ സ്കൂളിൽ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് കയറി. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ. അതിൻ്റെ ആ വശത്തൂടെ ഇറങ്ങി നമ്മൾ കണ്ടില്ലേ, ഇതാണ് റോഡ്. കാണാൻ പറ്റുന്നുണ്ടോ? വേണ്ട, റോഡ് ഇങ്ങനെ വിറക് പറക്കിയെടുക്കൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു നൊസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇന്നലേക്കൊന്ന് രാത്രി നല്ല കാറ്റായിരുന്നേ, നല്ല കാറ്റുണ്ടായിരുന്നു. മെനിഞ്ഞാന്നും അതുപോലായിരുന്നു, കാറ്റും മഴയുമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി ഒരു മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു. ഇപ്പോൾ കണ്ടില്ല, അത്രയും കിട്ടിയിട്ടുണ്ട്. അത്രയല്ല, കുറച്ച് റോഡിലും കൂടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത്രയേ നമ്മൾ പോവുകയാണേ. ബാക്കിയൊക്കെ താഴെ ആൾക്കാർ നിൽപ്പുണ്ട്, കണ്ടില്ലേ. അതിലോട്ടങ്ങ് വെച്ചെടുക്ക്. നല്ല മഴ വരുന്നു കേട്ടോ. അടുത്ത നല്ല മഴ ഇരുട്ടി അടച്ച് വരുന്നുണ്ട്. മഴയ്ക്ക് മുന്നേ വീടെത്തണം. കുട എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും
മഴയ്ക്ക് മുന്നേ വീടെത്തണം. ഞങ്ങൾ വീടെത്തുന്നതിന് മുന്നേ മഴ അങ്ങോട്ട് തുടങ്ങി. നല്ല മഴ പെയ്തു കേട്ടോ. ഇപ്പോൾ ഒന്ന് തോർന്നെന്നല്ല, മഴയുടെ ആ ഒരു കാഠിന്യം കുറഞ്ഞു എന്ന് വേണം. ചാറ്റൽ മഴയായിട്ട് നിൽക്കുവാണേ. അതപ്പോൾ നല്ല പെരുമഴയായിരുന്നു. കുറച്ചൊക്കെ നനഞ്ഞു. പിന്നെ എൻ്റെ കയ്യിൽ കുടയുണ്ടായിരുന്നു, അവൾ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ വീടെത്തി. ഇനിയിപ്പോൾ മീനൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. മീൻ കിളിമീനെന്ന് പറയും കേട്ടോ. ചെങ്കലവയുടെ പോലെ തന്നെയാണ്, ചുവന്ന മീനില്ലേ അതുപോലെ തന്നെയാണ് ഈ കിളിമീനും. അപ്പം അതാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അരിയൊക്കെ അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാപ്പുമ്മ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാപ്പുമ്മയെ കാണിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, മഴയൊക്കെ പിടിച്ച് ചുരുണ്ടുകൂടിയിരിക്കുക. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റുന്ന അന്തരീക്ഷമല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. വാമ്മ ഒരിടത്ത് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് നല്ലപോലെയൊക്കെ വീഡിയോ എടുക്കാം, മഴയൊക്കെ മാറട്ടെ, അല്ലാതെ വേറെ പറയാനില്ല. അങ്ങനെ മീനൊക്കെ ഞാനെടുത്തിട്ടു. പിന്നെ ദേ അടുത്ത മഴയ്ക്കുള്ള തയ്യാറെടുപ്പ് പ്രകൃതി എടുക്കുന്നുണ്ട്. നമ്മളെന്തായാലും അത് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജോലികളൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ ദേ മീനൊക്കെ തേച്ച് കഴുകി എടുത്തു കേട്ടോ. പുറത്ത് കൊണ്ടുപോയി തേച്ച് കഴുകി എടുക്കുക. മഴയും കൂടെ ആകുമ്പോൾ അകത്തിരുന്ന് വെട്ടിക്കഴുകിയാൽ പിന്നെ ഈച്ചയുടെ ശല്യം ഇപ്പോൾ പൊതുവേ ഉണ്ട്. അപ്പോൾ മഴയും കൂടെ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുടയൊക്കെ കൊണ്ട് മഴയൊന്നും നനയാത്തൊരു ഭാഗത്ത് പോയിരുന്ന് മീനൊക്കെ തേച്ച് കഴുകി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പൊരിക്കാനും കറി വെക്കാനും ഒക്കെ ആയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടേ. പിന്നെ പച്ചക്കറി കൊണ്ടുവന്നതിൽ നിന്ന് അത് ഒരു മുരിങ്ങക്ക കിടപ്പുണ്ടായിരുന്നു കേട്ടോ, ചെറുതായിരുന്നു. അപ്പോൾ അത് ഞാൻ അന്നേ എടുത്ത് വെച്ചിരിക്കുക. ഇന്നലെയൊന്നും മീൻ കിട്ടിയിട്ടില്ല നമുക്ക്. ഇന്നലെയൊക്കെ നമ്മൾ സാമ്പാറും തോരനും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ചങ്ങ് വെക്കുവാന്നേ. ഈ കിളിമീനൊക്കെ പുളിയും മുളകും വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ തേങ്ങ അരച്ചാണ് വെച്ചത്. മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി മൂപ്പിച്ചെടുത്തിട്ട് തേങ്ങ അരച്ചങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ അതിലേക്ക് എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പും പുളിയും ഒക്കെ ഒഴിച്ച് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കറിയൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും മീനൊക്കെ കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെയൊക്കെ വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടല്ലോ, മൂപ്പിച്ചെടുത്തിട്ട് ചിലപ്പോൾ ചുട്ടെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കും, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ചമ്മന്തി അരയ്ക്കും. അപ്പം അങ്ങനെ ഒരു ചമ്മന്തിയും കൂടെ ഒക്കെ അരയ്ക്കാം. ഞാനാണെങ്കിൽ കുറച്ച് പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിയലിന് വേണ്ടി കേട്ടോ. തലേന്ന് അരിഞ്ഞ് വെച്ചതാണേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ലാസ്റ്റ് ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞ് നിന്നതാട്ടോ. ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ച് കൊണ്ടുവന്ന് വെച്ചു, പക്ഷേ കറണ്ട് പോയി. അതുകൊണ്ട് അരപ്പൊന്നും നടക്കത്തില്ല, കറണ്ട് വരുന്നത് വരെ. ഞാൻ എന്തായാലും വഴറ്റിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ ഉള്ളിയൊക്കെ. എന്നിട്ട് ലാസ്റ്റ് ചമ്മന്തി എങ്ങാനും അരയ്ക്കുക. എന്തായാലും കറണ്ട് വന്നില്ല. ഞാൻ പിന്നെ എൻ്റെ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആയിപ്പോയി. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.